സംസ്ഥാനത്ത് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കനക്കുന്നു. ഉദ്യോഗാർത്ഥികളുടെയും യുവജന സംഘടനകളുടെയും ജനരോഷം തെരുവുകളിലേക്ക് പടരുന്ന കാഴ്ചയ്ക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന തലസ്ഥാനം ഉൾപ്പെടെ വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വളരെ നാടകീയമായ രംഗങ്ങളാണ് PSC ആസ്ഥാനത്ത് അരങ്ങേറിയത്. ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് വലിയ തോതിലുള്ള അക്രമത്തിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലുമാണ് കലാശിച്ചത്. പരീക്ഷാ അട്ടിമറിയിലും ഉദ്യോഗാർത്ഥികളോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലായിരുന്നു ശക്തമായ പ്രതിഷേധം. 25ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ സുരക്ഷാ വലയങ്ങൾ തകർത്ത് PSC ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി. ഓഫീസ് വളപ്പിലെത്തിയ പ്രതിഷേധക്കാർ PSC ചെയർമാനെ തടയാൻ ശ്രമിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടയിലാണ് പോലീസ് എത്തിയത്. നിലവിൽ പോലീസ് കേസെടുത്തിട്ടില്ല. തലസ്ഥാനത്തെ സംഘർഷങ്ങൾക്ക് പിന്നാലെ തൃശൂർ കേരള കലാമണ്ഡലത്തിലും സമാനമായ രീതിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലെത്തിച്ചത്. താൽക്കാലിക അധ്യാപക നിയമനത്തിനായി നിശ്ചയിച്ചിരുന്ന അഭിമുഖം തടയുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് എത്തി. പഠിക്കാനുള്ള അവകാശം തടയുന്നുവെന്ന് ആരോപിച്ച വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു. വിദ്യാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. പൊതുജനങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉയർന്നുവന്ന കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് സർക്കാർ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. PSC ക്രമക്കേടിലെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ SP, DYSP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർ കൂടിയുണ്ടാകും. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് തുടർന്നുള്ള സംഘത്തിന്റെ നടപടികളിലേക്കാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ കർശന നടപടി. വിഷയത്തിൽ അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടാതെ ഗുരുതരവും ഞെട്ടിക്കുന്നതുമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നതെന്നും KAS പരീക്ഷയിലും പരാതിയുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശനും പ്രതികരിച്ചു. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചവരെ മറികടക്കാൻ അഭിമുഖത്തിലെ മാർക്കിൽ കൃത്രിമം കാട്ടിയെന്നും പരാതി ലഭിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.